പ്രശ്നമാണ്. ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം അമ്മയുടെ അടുത്ത്. അമ്മ കേൾക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ശരവണന്റെ ലക്ഷ്യം പണമായിരിക്കും. അതുകൊടുത്ത് അവനെ ഒതുക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ തൽക്കാലം ആലോചിക്കണ്ട. വരട്ടെ, സമയമാവുമ്പോ അതും ചെയ്യാം. ഇപ്പൊ അമ്മയെ എങ്ങനെ സേഫാക്കാം, അത് മാത്രം ചിന്തിച്ചാ മതി. എങ്ങനെ നടന്നിരുന്നവളാ ഇപ്പോ ഈ കുടത്തിനുള്ളില് ഒരു പിടി ചാരമായിട്ട്. ദേവികയുടെ കൂടെ ചേരില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു, കേട്ടില്ല. നിനക്കപ്പോ അവളെ സഹായിക്കണമായിരുന്നു. അവക്ക് വേണ്ടി CID പണി ചെയ്യണമായിരുന്നു. എന്നിട്ടെന്ത് നേടി? അവസാനം ഈ കുടത്തിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന അവസ്ഥ വന്നില്ലേ? അടുത്ത ഊഴം ദേവികയുടെ. നിന്റെ ബോഡിയെങ്കിലും കിട്ടി. അവിടെ കാര്യത്തില് അത് പോലും ഉണ്ടാവില്ല. കരിച്ചു കളഞ്ഞ അവൾ എങ്ങോട്ട് പോയെന്ന് ഒരുത്തനും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി എന്റെ കാലവടി വരാൻ പോകുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന എന്തോ അത് നടക്കും. ഞാൻ നടത്തും. അയ്യോ, ശരത്തേ, ശരത്തേ, എന്താ ഒരു ഒച്ച കേട്ടത്? ആരാ കരഞ്ഞത്? എന്ത് പറ്റി മോനെ? ആരോ എന്നെ തല്ലിയമ്മേ. തല്ലിയെന്നോ? ആര്? ഞാൻ അവിടെ നിത്യയെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുവായിരുന്നു. ഓർത്തോർത്ത് ഞാൻ കരഞ്ഞു. കണ്ണ് തുടക്കാൻ നോക്കിയപ്പോ പിന്നെയും ഒരടി. വടി കൊണ്ട് അടിച്ചത്. വേദന കൊണ്ട് പൊളഞ്ഞുപോയി. വെറുതെ നോണ പറയല്ലേ. നിന്നെ വടി കൊണ്ട് തല്ല ഇവിടെ ആരാ ഉള്ളത്? എനിക്ക് തോന്നിയതായിരിക്കും മോനെ. അല്ലമ്മേ, എനിക്ക് നല്ലോണം വേദിച്ചിട്ടുണ്ട്. വേണേ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടി കൊണ്ട് പാടുണ്ടോ അവിടെ? ശരിയാണല്ലോ, പാടുണ്ടല്ലോ. ആരാ ഈ മഹാപാപം ചെയ്തത്? എന്തായാലും ഞങ്ങളല്ല. ഏതായാലും ആര് ചെയ്താലും ഞാൻ നന്നായിന്നേ പറയൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആള് ചെയ്തത്. നീ തന്നെയായിരിക്കും അത് ചെയ്തത്. ചെയ്തു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. അഭിമാനത്തോടെ ഞാനത് സമ്മതിക്കത്തേ ഉള്ളൂ. ഒളിച്ചൊന്ന് തല്ലേണ്ട ഗതികേടൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. ചേച്ചി അല്ലമ്മേ, ചേച്ചി ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു മുറിയില്. അവിടുന്ന് ചേച്ചി എങ്ങോട്ടും മാറിയിട്ടില്ല. അപ്പൊ പിന്നെ ആരാ? നമ്മളാരുമല്ല, പിന്നെ ആരായിരിക്കും? എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞു. നിങ്ങളാരും വിശ്വസിക്കാൻ സാധ്യതയില്ല. തല്ലിയത് അത് ചിലപ്പോ നിത്യയുടെ ആത്മാവായിരിക്കും. പിന്നെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഒരിക്കലല്ല. ആത്മാവെന്ന് പറയുന്നത് ഒരു സത്യം.
ആ സത്യം ഇവിടെ തന്നെ ഉണ്ടെങ്കിലേ നിന്റെ കാര്യം പോക്കട ശരത്തെ. അതിന് നിത്യ എന്തിനാ ശരത്തിനെ ഉപദ്രവിക്കുന്നേ? അവൻ എന്ത് തെറ്റാ നിത്യോട് ചെയ്തത്?